Hi, hello, welcome back to SP Future. You are listening to Sadik Pallikam. മക്കളെ സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ 500+ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ 4th ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോയുമായിട്ടാണ് നമ്മൾ എന്ത് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്കൊരു 10-50ഓളം ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾ എന്താണ്, planning function is required to be performed by all managers at all levels. This feature of planning is pervasive ആണ് എൻ്റെ ആൻസർ അല്ലേ. ഓക്കെ, പ്ലാനിങ് എന്താണ്, പെർവാസീവ് ആണെന്നാണ് പറയുന്നത്. ദെൻ വെൻ പ്ലാനിങ് ഈസ് റെഡ്യൂസ്ഡ് ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈസ് നോട്ട് ആസ്, എന്താണ് നമ്മൾ പ്ലാനിങ്ങിൻ്റെ ടൈപ്സ് പഠിച്ചിട്ട് അവിടെ ഉള്ളതാണ് എന്താണ്, ഫോർമൽ പ്ലാനിങ് ആണ്. ഓക്കെ, അടുത്തത് ഓപ്പറേഷൻ പ്ലാൻസ് ഈസ് അണ്ടർടേക്കൺ ബൈ, ആരാണ് ഓപ്പറേഷൻ പ്ലാനുകൾ എടുക്കുന്നത്, ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾ എന്താണ്, പ്ലാൻസ് ആർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് റിപ്പീറ്റഡ്ലി, വീണ്ടും യൂസ് ചെയ്യുന്ന പ്ലാനിങ് നമ്മൾ വിളിക്കുന്ന പേര് ഇറ്റ്സ് നോൺ ആസ് സ്റ്റാൻഡിങ് പ്ലാൻസ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾ ഈസ് എ പ്ലാൻ വിച്ച് സ്റ്റേറ്റ്സ് ദ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് ഓഫ് എ ഗിവൺ ഫ്യൂച്ചർ പീരീഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. ഇവിടെ പഠിച്ചിട്ടുണ്ട് എന്താണ്, ബഡ്ജറ്റ്സ് ആണ്. ദെൻ which function of management is considered as the base of all other functions? എല്ലാ ഫങ്ഷൻസിൻ്റെയും ബേസായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഫങ്ഷൻ ഏതാണ്, ഫസ്റ്റ് ഫങ്ഷൻ ഏതാണ്, പ്ലാനിങ് ആണ്. യെസ്, ദെൻ ഐഡൻറ്റിഫൈ ദ മാനേജ്മെൻറ്റ് ഫങ്ഷൻ വിച്ച് ഇൻസിസ്റ്റ് തിങ്കിങ് ബിഫോർ ഡൂയിങ്, അല്ലേ, ചെയ്തതിന് മുന്നേ ആലോചിക്കുക എന്ന് പറഞ്ഞ പരിപാടി ഏതാണ്, പ്ലാനിങ് ആണ്. എന്താണ് പ്ലാനിങ്, ഡിസൈഡിങ്ങിൻ്റെ അഡ്വാൻസ് ആണ് വാട്ട് ടു ഡു, അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്, അതിൻ്റെ ആൻസറും പ്ലാനിങ് ആണ്. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ദീസ് ആർ അസംഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് പ്ലാൻസ് ആർ ഫോംഡ്, ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദിസ്. അതായത് ദീസ് ആർ അസംഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് പ്ലാൻസ് ആർ ഫോംഡ്, അല്ലേ. എന്താണ് അസംഷൻസിന് നമ്മുടെ പ്ലാനിങ് പ്രമിസസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ. എന്താണ് പ്ലാനിങ് പ്രമിസസ് ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് പറയുന്നത്, I am a general statement and I provide guidelines in decision making to members of an organization who are my, like, guidelines provide ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് മൈറ്റ് ബി പോളിസി. എന്താണ് ഇവിടെ പ്രൊസീജിയറിൻ്റെ, റൂളുണ്ട്, പോളിസിൻ്റെ, പ്രൊജക്റ്റുണ്ട്. സോ ആൻസർ ഈസ് പോളിസീസ് ആണ്, അല്ലേ. ഓക്കെ, അടുത്തത് എന്താണ്, 10ാമത് ക്വസ്റ്റ്യൻ എന്താണ്, മൊബൈൽ ഫോൺസ് ആർ റെസ്ട്രിക്റ്റഡ് ഇൻ സ്കൂൾ. വാട്ട് ടൈപ്പ് ഓഫ് പ്ലാൻ ഈസ് ദിസ്, മെത്തേഡ്, പ്രോഗ്രാം, റൂള്, പോളിസി. പോളിസി അല്ല, എന്താണ്, ഇറ്റ്സ് എ റൂളാണ്. ഓക്കെ, 11 ഫൈൻഡ് ദ ഓർഡർ വൺ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പെയർ. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻ ഈസ് ബേസ്ഡ് ഓൺ മെറിറ്റ് ഓൺലി. ഓക്കെ, പോളിസി ടൈം റേറ്റ് സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ്. ഓക്കെ, റൂള് നോ സ്മോക്കിംഗ്. ഓക്കെ, മെത്തേഡ് മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 40% ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. കറക്റ്റ് പെയറാണ് ചോദിച്ചത്. റൂള് ഇവിടെ പുകവലിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്, റൂളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, അല്ലേ. അത് കറക്റ്റ് പെയറാണ്. ദെൻ യെസ്, അപ്പോൾ ആൻസർ എന്താണ്, റൂൾ നോ സ്മോക്കിംഗ്. ഒബ്ജക്റ്റീവായിട്ട് ഒരിക്കലും നമുക്ക് പ്രൊമോഷൻ ഈസ് ബേസ്ഡ് ഓൺ മെറിറ്റ് പറയാൻ പറ്റില്ല, അത് നമുക്ക് പോളിസി ആയിട്ട് പറയാൻ പറ്റും. ദെൻ മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 40% ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്, അത് നമുക്ക് ഒബ്ജക്റ്റീവാക്കി പറയാൻ പറ്റും. പിന്നെയോ ടൈം റേറ്റ് സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ് നമുക്ക് മെത്തേഡായിട്ടും പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്, റൂൾ നോ സ്മോക്കിംഗ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം, 18ാമത് ക്വസ്റ്റ്യൻ എന്താണ്, ദ മാനേജ്മെൻറ്റ് ഓഫ് അരുൺ ഇൻഡസ്ട്രീസ് ഡിസൈഡഡ് ടു ഇംപ്ലിമെൻറ്റ് ദ ഫോളോയിങ് വിത്ത് എഫക്റ്റ് ഫ്രം ദ ഇയർ 2007. എവറി എംപ്ലോയി ഷുഡ് മാർക്ക് ദെയർ അറ്റൻഡൻസ് ബിഫോർ 8 AM. വിച്ച് ആസ്പെക്ട്സ് ഓഫ് പ്ലാനിങ് ഈസ് റിഫേർഡ് ഇയർ. ഷുഡ് ബി റൂളായിരിക്കാം. യെസ്, അതെന്താണ്, റൂളാണ്. ദെൻ 13ാമത് ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾ എന്താണ്, സ്റ്റേറ്റ് ദ ടൈപ്പ് ഓഫ് പ്ലാൻ involved in the following 2 sentences. Promotion is based on merit only. Smoking is prohibited in the factory premises. Promotion is based on merit only എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്, അതൊരു പോളിസി ആണെന്ന് പറയാം. പിന്നെ സ്മോക്കിംഗ് പ്രോഹിബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, റൂളാണ്. യെസ്, പോളിസി ആൻഡ് റൂൾ. 14ാമത് ക്വസ്റ്റ്യൻ നോക്കൂ, വി സെൽ ഗുഡ്സ് ഓൺലി ഓൺ ക്യാഷ് ബേസിസ്. വിച്ച് ടൈപ്പ് ഓഫ് പ്ലാൻ, അതെന്താണ്, പോളിസിയാണ്. ഒരു തത്വം എന്ന രീതിയിലാണ് അത് പറയുന്നത്, റൂളായിട്ട് പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്ന് പറയാം. ദെൻ സെലക്ട് ആൻ എക്സാമ്പിൾ ഈച്ച് ഓഫ് ഒബ്ജക്റ്റീവ്സ്, ഗോൾസ് ആൻഡ് പോളിസീസ് ഫ്രം ദ ഫോളോയിങ് പ്ലാൻസ്.
ഇൻക്രീസ് സെയിൽസ് ബൈ 10% ഒബ്ജക്റ്റീവാണ്. പിന്നെയോ എവറി എംപ്ലോയി ഷുഡ് മാർക്ക് അറ്റൻഡൻസ് ബിഫോർ 10 AM റൂളാണ്. മാക്സിമൈസ് ദ പ്രോഫിറ്റ് ഒബ്ജക്റ്റീവാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഓഫറിങ് 30% ഓഫ് ജോബ്സ് ടു വുമൺ. അതെന്താണ്? പോളിസിയാണ്, റൂളല്ല. ദെൻ നെയിം ദ ടൈപ്പ് ഓഫ് പ്ലാൻ വിച്ച് പ്രൊവൈഡ് ബേസിസ് ഫോർ ഇൻ്റർപ്രറ്റിംഗ് ദ സ്ട്രാറ്റജി. അതെന്താണ്? പോളിസിയാണ്. ദെൻ അടുത്ത 18ാമത് ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ, നെയിം ദ ടൈപ്പ് ഓഫ് പ്ലാൻ ഇൻ വിച്ച് ദ മിനിറ്റ്സ് ഡീറ്റെയിൽസ് ആർ വർക്ക്ഡ് ഔട്ട്. ദാറ്റ് ഈസ് പ്രൊസീജിയർ, റൂൾസ്, ബജറ്റ് വിത്തിൻ ദ ബ്രോഡ് ഫ്രെയിംവർക്ക് ഓഫ് പോളിസി. പ്രോഗ്രാമാണ് അതിൻ്റെ ആൻസർ അല്ലേ? ഇതെന്തുകൊണ്ടാണ് പ്രോഗ്രാം ആയത്? ഇവിടെ നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ, നെയിം ദ ടൈപ്പ് ഓഫ് പ്ലാൻ വിച്ച് ദ മിനിറ്റ്സ് ഡീറ്റെയിൽസ് ആർ വർക്ക്ഡ് ഔട്ട്. ദാറ്റ് ഈസ് പ്രൊസീജിയർ, റൂൾ ആൻഡ് ബജറ്റ് വിത്ത് ദ ബ്രോഡ് ഫ്രെയിംവർക്ക് ഓഫ് പോളിസി അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് പ്ലാനും കൂടെ കൂടിച്ചേർന്നതാണ് എന്ത് പ്രോഗ്രാം എന്നുള്ളത്. അപ്പം നമുക്ക് ആ വേർഡുകളിൽ നിന്ന് നമുക്ക് എന്തായിട്ട് മനസ്സിലാക്കാം ഇതിൻ്റെ ആൻസർ പ്രോഗ്രാം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ, നെയിം ദ ടൈപ്പ് ഓഫ് പ്ലാൻ വിച്ച് ഈസ് ഓൾസോ കൺട്രോൾ ഡിവൈസ് ഫ്രം വിച്ച് ഡീവിയേഷൻസ് ക്യാൻ ബി ടേക്കൺ കെയർ ഓഫ്. എന്താണ് അതിൻ്റെ ആൻസർ? എന്താണ്? ബഡ്ജറ്റ് എന്നാണ് കൊടുത്തിട്ടില്ല അല്ലേ? എന്താണ് നോക്കിയേ, നെയിം ദ ടൈപ്പ് ഓഫ് പ്ലാൻ വിച്ച് ഈസ് ഓൾസോ കൺട്രോൾ ഡിവൈസ് ഫ്രം വിച്ച് ഡീവിയേഷൻസ് ക്യാൻ ബി ടേക്കൺ കെയർ ഓഫ്. അത് ഈ ക്വസ്റ്റ്യൻ ഒരു ചെറിയൊരു മിസ്സിങ് ഉണ്ട് കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ല കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, നമ്മൾ 20th ക്വസ്റ്റ്യൻ, Sony Electronic decided to sell television sets through exchange of old television sets. Which type of plan is it? സ്ട്രാറ്റജി ആണല്ലേ. അവരെന്തായത് ഒരു സിസ്റ്റം മാറ്റിയിട്ട് മറ്റൊരു സിസ്റ്റം സെറ്റാക്കുക ചെയ്തത്. അപ്പോൾ അതെന്താണ്? ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, ദെൻ വിച്ച് പ്ലാൻ സജസ്റ്റ് ആക്ട്സ് ആൻഡ് നോൺ ആക്ഷൻസ് ഓഫ് എൻ എംപ്ലോയി. റൂൾസ് ആണ്. ദെൻ ഡിറ്റക്ട് ദ ഡിഫറൻസ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻഡ് ഇൻ ദ ഫേംസ് പ്ലാൻ. We sell goods only on cash basis. Smoking is prohibited in the factory premises. എന്താണ്? We sell goods on cash basis ആണ് പോളിസി. മറ്റേതെന്താണ്? സ്മോക്കിംഗ് ഈസ് പ്രോഹിബിറ്റഡ്. സ്മോക്കിംഗ് ഈസ് പ്രോഹിബിറ്റഡ് ഇൻ ദ ഫാക്ടറി പ്രെമിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? റൂളാണ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ, എന്താണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷന് അല്ലാത്തതെന്ത്? നോക്കാം എന്തൊക്കെയാണ്. ഇറ്റ് റെഡ്യൂസസ് ഫ്ലെക്സിബിലിറ്റി, ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്സ്, ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്, പ്ലാനിങ് ഈസ് പെർവേസീവ്. ഇതിൽ എന്താ ചോദിച്ചാൽ നമ്മളോട് ലിമിറ്റേഷൻ അല്ലാത്തത് എന്താണ് നോട്ട് എ ലിമിറ്റേഷൻ എന്ന് ചോദിച്ച് ഫ്ലെക്സിബിലിറ്റി കുറയ്ക്കും. ശരിയാണ്. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് രീതിയിലാണ് അല്ലേ? ഇപ്പോൾ ആൻസർ എന്താ വരിക? ഇത് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല, അതിന് ഓപ്ഷൻസുകൾ വേണം അല്ലേ? ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻസ് നോക്കുന്നത് എ ആൻഡ് ബി, എയും ബിയും റെഡ്യൂസ് ഫ്ലെക്സിബിലിറ്റി, ഫ്യൂച്ചറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് ഓക്കെ എന്താണ് ലിമിറ്റേഷനാണ്, ഒന്ന് ഇതാണ് ഇപ്പോൾ പറ്റില്ല. രണ്ടാമത്തെ ബി ആൻഡ് ഡി, ഫ്യൂച്ചറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? അഡ്വാൻറ്റേജ് ആണ്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇപ്പോൾ ലിമിറ്റേഷൻ അല്ലാതെ വരുന്നത് ഏതാണ് ഇവിടെ? ബി ആൻഡ് ഡി ആണ്. ഇവിടെ നോക്കിയാൽ ഫ്യൂച്ചറിസ്റ്റിക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറിറ്റാണ്. പ്ലാനിങ് ഈസ് പെർവേസീവ് പറഞ്ഞാലും മെറിറ്റാണ്. അപ്പം ലിമിറ്റേഷൻ അല്ലാതെ വരുന്നത് ബി ആൻഡ് ഡി ആണ്. അപ്പോൾ ആൻസറും ബി ആൻഡ് ഡി ആണ്. അടുത്ത മാച്ച് ദ ഫോളോയിങ് ആണ്, നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ്, പ്രൊസീജിയർ, റൂള്, ബജറ്റ്. അപ്പോൾ ഇതിന് നമ്മൾ മാച്ച് ചെയ്യാനിപ്പോൾ അങ്ങനെ വരിക. ഒബ്ജക്റ്റീവ് ഏതായിരിക്കും? ഗൈഡ് ലൈൻസ് ഫോർ ഡു ഓർ നോട്ട് ഡു. പിന്നെയോ എയിംസ് ഓഫ് ഓർഗനൈസേഷന്, എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് ഇൻ ന്യൂമറിക്കൽ ടേംസ്, ക്രൊണോളജിക്കൽ സീക്വൻസ് ഓഫ് ആക്ഷൻസ്. ഒബ്ജക്റ്റീവ് എന്താണ്? എയിം ഓഫ് ഓർഗനൈസേഷനാണ്, ലക്ഷ്യമാണ്. പ്രൊസീജിയർ എന്നതാണ് സ്റ്റെപ്സ് ആണ് അല്ലേ? അപ്പോൾ അതാണ് പ്രൊസീജിയർ. ക്രൊണോളജിക്കൽ സീക്വൻസ് ആണ്. റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡ് ലൈൻസ് ഫോർ ഡു ഓർ ഡു നോട്ട് ആണ്. ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് ഇൻ ന്യൂമറിക്കൽ ടേംസ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ്? ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് എ സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിങ് പ്ലാൻ. ഓക്കെ, സിംഗിൾ യൂസ് പ്ലാൻ ആയിട്ടും സ്റ്റാറ്റിക് പ്ലാൻസ് ആയിട്ട് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യണം. ഇപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കോ, സിംഗിൾ യൂസ് പ്ലാൻ ഏതൊക്കെയാണ്? ബജറ്റും പ്രോഗ്രാമും നമ്മൾ ഒരൊറ്റ തവണ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ എങ്കിൽ മെത്തേഡും റൂളും പ്രൊസീജിയറും പോളിസിയൊക്കെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതെന്താണ്? സ്റ്റാൻഡിങ് പ്ലാനാണ്. നമ്മുടെ ബജറ്റും പ്രോഗ്രാമുകളും എന്താണ്? സിംഗിൾ യൂസ് പ്ലാനാണ്. ഓക്കെ, സെറ്റല്ലേ?
ഓക്കെ, സോ തൽക്കാലം നമുക്ക് ഇതോടുകൂടി നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ടിൽ ബാക്കി 25 ക്വസ്റ്റ്യൻസുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നമ്മുടെ ചാനലിലൂടെ എല്ലാ തരത്തിലുള്ള +2 റിലേറ്റഡ് ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.